നമസ്കാരം. എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സ്വാമി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത്, നമ്മൾ വിഷ്ണുവിനെ കൊണ്ടു നടക്കുമ്പോൾ ഏത് ഭാവങ്ങളിൽ നമ്മൾ സ്വാമിനെ കൊണ്ടു നടക്കുന്നു, ഇതൊരു ഉപാസകരെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാമിനെ കൊണ്ടുവന്ന് വീട്ടിൽ ഉപാസനാമൂർത്തികളും അല്ലെങ്കിൽ നമ്മൾ അത്രയും കാര്യമായിട്ട് നമ്മൾ സ്വാമിനെ കൊണ്ടു നടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കുട്ടിയെ നമ്മളെങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഒരു ജനിച്ചൊരു കുഞ്ഞിനെ നമ്മൾ കൊണ്ടു നടക്കുന്ന അതേ ഭാവത്തിൽ കൊണ്ടു നടക്കുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതേ ഭാവത്തിലാണ് വിഷ്ണുവായ സ്വാമിനെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുട്ടി എങ്ങനെയാണ് അതേ ഭാവത്തിൽ കൊണ്ടു നടന്ന് അതേ രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുക. സത്യം. അതേമാതിരി തന്നെ സ്വാമീനെ നമ്മൾ ചീത്ത പറയുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള നീ എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നില്ല. ഒരിക്കലും സ്വാമി നമ്മുടെ അടിമയല്ല, നമ്മൾ സ്വാമിയുടെ അടിമയാണ്. അതാദ്യം മനസ്സിലാക്കുക. ഒരിക്കലും സ്വാമി നമ്മുടെ അടിമയായിട്ട് വന്നേക്കുന്നതല്ല. നമ്മൾ സ്വാമിയുടെ ഭക്തരായിട്ട് സ്വാമിയുടെ ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ടുവന്നുകൊണ്ട് ഒറ്റയടിക്ക് പറയണം നീ ഇത്രയും വലിയതൊക്കെ ചെയ്യ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആ സ്വാമിയുടെ അടുത്ത് സ്നേഹത്തോടും നമ്മുടെ വിശ്വാസത്തോടും ഭക്തിയും കൊണ്ട് നമ്മുടെ ജപശക്തിയും കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നടക്കും. അതിന് ആദ്യം വേണ്ട ജപശക്തിയാണ്. ആ ജപിച്ച് ശക്തി ഉണ്ടാക്കി സ്വാമിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരായിട്ടൊരു ബന്ധം ഉണ്ടാവണം. അല്ലാതെ വെറുതെ നമ്മളവിടെ ചെന്നുകൊണ്ട് പറയണം സ്വാമി ഇങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്കിപ്പോൾ നടത്തി കിട്ടണം, അത് ചുമ്മാതെ ഇടവ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാലത്ത് നടക്കില്ല. നമ്മൾ സ്വാമിനെ വിശ്വസിച്ച് പരിപൂർണമായിട്ടും അതിൽ ശക്തി വരുത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മൾ സ്വാമിനെ കണ്ട് അതേ രീതിയിൽ നമ്മൾ സ്വാമിനെ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. പലവരും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സ്വാമിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ള പുള്ളിക്കൊന്നും കൊടുക്കുകയില്ല, ഒന്നും കഴിക്കാനും കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം. ഒന്നും നടക്കാത്ത കേസാണ്. നമ്മൾ ഓരോ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഓരോ ഭാവങ്ങളുണ്ട് സ്വാമിയിൽ. നമ്മളെങ്ങനെയാണ് കാണുന്നത് ആ രീതിയിൽ നമ്മളെ സഹായിക്കും. സ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ 14 ലോകത്തിനും ഏറ്റവും വലിയ ശക്തിയായ അധിപതിയായ ശ്രീ വിഷ്ണുവായ സ്വാമിനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ആ സ്വാമീനെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ അതേമാതിരി ശുദ്ധിയും വൃത്തിയും കാര്യങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ്, നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവളമാർഗത്തിൻ്റെ ശക്തിയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. അതേമാതിരി നമ്മൾ കൊണ്ടു നടക്കുന്ന ഓരോ ഭാവങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും തരുന്ന നമ്മുടെ അടുത്ത് പറയും സ്വാമിനെ ജപിക്കുമ്പോൾ ഇങ്ങനെ ജപിക്കുക, ഈ രീതിക്ക് ജപിക്കുക എന്നൊക്കെ പറയും. അതേമാതിരി നമ്മളെ കാണേണ്ട ഒരു ഭാവമുണ്ട് ആ സ്വാമിയുടെ. നമ്മളൊരു കുഞ്ഞു കുട്ടിയായിട്ട് നമ്മൾ സ്വാമിനെ കാണുക. അതേമാതിരി നമ്മൾ സ്വാമിയുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. സ്വാമീനെ മനസ്സറിഞ്ഞ് ജപിച്ച് സ്വാമീനെ കൊണ്ടുനടക്കുന്നവർക്ക് ഒരിക്കലും ദോഷവും കാര്യങ്ങളൊന്നും ഇല്ലട്ടാ. ഐശ്വര്യങ്ങളും തരും. എന്ത് പ്രശ്നം വേണേലും സ്വാമി അവിടെ വന്നാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. നിങ്ങളൊരു കാര്യത്തിനോട് ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാമിയുടെ ശക്തി ആ ഗ്രഹത്തിലുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മാറ്റം ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സ്വാമിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമല്ല, സ്വാമിക്ക് അവിടെ ആദ്യം നമ്മൾ സ്വാമിയുടെ കർമ്മങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം ആ രീതിക്ക് കൊണ്ടു നടക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ സ്വാമി അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യത്തിലും പേടിക്കേണ്ട. നമ്മുടെ കാര്യങ്ങൾ അവിടെ സ്വാമി അവിടെ നടത്തിയിരിക്കും. അതിലൊരു സംശയം വേണ്ട. പലരും പറയും ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷെ ആ കർമ്മം ചെയ്യുമ്പോഴവിടെ സ്വാമി ഉണ്ടോ? ആവാഹനം നടത്തി അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി നമ്മൾ കൊണ്ടു നടന്നിട്ടാണോ നമ്മൾ ഈ ചെയ്യുന്നത്? ആ രീതി നമ്മൾ ആദ്യം നോക്കുക. അല്ല, നമ്മൾ ഒരിക്കലും സ്വാമിനല്ല കുറ്റം പറയണത്. സ്വാമി വരാമെന്ന് പറയണമെങ്കിൽ സ്വാമി അവിടെ വരും. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലും നീതിയാദി കർമ്മങ്ങളിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ സ്വാമി ഉണ്ടാവുമോ? 2 ദിവസം പട്ടിണിക്കിട്ട് നിങ്ങളൊരു ഇതിന് വിട്ടുകൊണ്ട് നിങ്ങൾ പട്ടിണിക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ? അതേമാതിരി തന്നെയാണ് സ്വാമിയുടെ കേസും. നമ്മളത് കൃത്യതയോടുകൂടി സ്വാമിയുടെ കാര്യങ്ങൾ ചെയ്യുക. സ്വാമി അവിടെ ഉണ്ടാവും. സ്വാമി യഥാശക്തിക്ക് അനുസരിച്ച് ചെയ്തു തരും. ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളും കർമ്മങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക സ്വാമിക്ക്. അതുകൂടാതെ ഏത് ഭാവത്തിൽ കാണുന്നു, നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ചങ്ങാതിയായിട്ട് കാണാം, ചങ്ങാതി എന്ന് ഉദ്ദേശിക്കുന്ന കൂട്ടുകാരനായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കുട്ടിയായിട്ട് നമ്മുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് കാണാം. ഏത് ഭാവത്തിൽ കാണുന്നു ആ ഭാവത്തിൽ മന്ത്രജപവും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക. അത് നല്ലൊരു ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് മേടിച്ച് യഥാശക്തി അനുസരിച്ച് നമ്മൾ അതിൻ്റെ മന്ത്രാദി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. വിഷ്ണുമായനെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും വിഷ്ണുമായ കൈവിടൂല കേട്ടോ. കൂടെ തന്നെ ഉണ്ടാവും. കൂടെ നിന്ന് കാര്യം നടത്തി തരാമെന്നുള്ളത് സ്വാമിയാണത്. സ്വാമിനെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളില്ല. സ്വാമി അവിടെ എന്ത് കാര്യത്തിനാണ് അറിയാം, സ്വാമി അവിടെ കാര്യങ്ങൾ നടത്തും. ഓം ശ്രീ വിഷ്ണുമായ എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷ്ണുമായുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.